बिहारी जय राधा माधवा कुंज बिहारी गोपीचन वल्लभा गिरिवरधारी यशोदानंदन भज यशोदानंदन भज रंजना यमुना तीरा वनचारी जय राधा माधवा कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री राधा श्री राधा Hare Krishna, Krishna Krishna Hare Hare, Hare Rama Hare Rama, Rama Rama Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Jaya Krishna Balaram, Jaya Krishna Balaram, Krishna Balaram, Jaya Krishna Balaram. Jaya Gauranitai, Jaya Gauranitai, Gauranitai, Jaya Gauranitai. Om Namo Bhagavate Vasudevaya. 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 Bhagavad Gita Adhyay Rupam
ശ്ലോകം 18. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതഃ മാമാത്മപരദേഹേഷു പ്രദ്വിഷ്വന്തോ അഭ്യസൂയകാ. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മാമാത്മപരദേഹേഷു പ്രദ്വിഷ്വന്തോ അഭ്യസൂയകാ. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മാമാത്മപരദേഹേഷു പ്രദ്വിഷ്വന്തോ അഭ്യസൂയകാ. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മമാത്മപരദേഹേഷു പ്രദ്വിഷന്തോഭിസൂയകാ. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മമാത്മപരദേഹേഷു അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മമാത്മപരദേഹേഷു പ്രദ്വിഷന്തോഭിസൂയകാ. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മമാത്മപരദേഹേഷു പ്രദ്വിഷന്തോഭിസൂയകാ. അഹങ്കാരം ബലം ദർപ്പം അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതഃ കാമം ക്രോധം ച സംശ്രിതാഃ ആത്മപരാദേഹേഷു മമാത്മപരദേഹേഷു പ്രദ്വിഷന്തോ അഭ്യസൂയകാ. ആത്മീയ ഈ ശ്ലോകം കാണുന്നത് കുറച്ചല്ല, മുഴുവൻ, പ്രത്യേകിച്ച് രണ്ടാമത്തെ വരെ നമ്മുടെ മക്കളുണ്ടായിരുന്നെങ്കിൽ അവരോട് പറഞ്ഞു ഇല്ല, ഇല്ലേ, അവർ നിൽക്കുന്ന ആളുകളെ കുറിച്ച് വിഷയമൊന്നുമില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. നമുക്ക് വാക്കേറ്റം നോക്കാം. അഹങ്കാരം മിഥ്യാഹങ്കാരവും ബലം ബലവും ദർപ്പം ഗർവവും കാമം കാമവും ക്രോധം ച ക്രോധവും സംശ്രിതാഃ ആശ്രയിച്ചവരായിട്ട് തേ അവർ അഭ്യസൂയക അസൂയാലുക്കളായി നിന്ദിക്കുന്നവരായി ആത്മപരദേഹേഷു തൻ്റെയും അന്യരുടെയും ദേഹത്തിൽ മാം എന്നെ പ്രദ്വിഷന്ത ദ്വേഷിക്കുന്നു. അസുരന്മാർ മിഥ്യാഹങ്കാരം ബലം ഗർവം കാമം ക്രോധം ഇവയാൽ സംഭ്രാന്തരായി തങ്ങളുടെയും അന്യരുടെയും ശരീരങ്ങളിൽ കുടികൊള്ളുന്ന പരമദിവ്യത്വം പുരുഷനോട് ഈർഷ്യാലുക്കളായി തീർന്ന ശരിയായ ധർമ്മത്തെ പഠിക്കുന്നു. ഭാവാർത്ഥം ജയശ്രീ ഈശ്വരന്റെ അധീശത്വത്തെ സദാ എതിർക്കുന്ന അസുര സ്വഭാവികൾ ധർമ്മശാസ്ത്രങ്ങളിൽ വിശ്വസിക്കില്ല. അവയെക്കുറിച്ചും പരമപുരുഷന്റെ സത്തയെക്കുറിച്ചും ഈർഷ്യാലുക്കളാണ് അവർ. തങ്ങളുടെ ദുരഭിമാനവും ശക്തിയും സമ്പാദിച്ചു കൂട്ടിയ ധനവുമാണ് ഇതിന് കാരണം. ഈ ജീവിതം വരാൻ പോകുന്ന ജീവിതത്തിന് തയ്യാറെടുക്കലാണെന്ന്
അസുര സ്വഭാവിക്ക് അറിയില്ല. അവർ മറ്റുള്ളവരോട് മാത്രമല്ല തന്നോട് തന്നെയും ഈർഷ്യാലുവാകുകയും അന്യരുടെ ശരീരങ്ങളെയും സ്വശരീരത്തെയും ദ്രോഹിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഭഗവാന്റെ പരമാധികാരത്തെ അവഗണിക്കുന്നതിന് പോലും അജ്ഞരായ ഇക്കൂട്ടർക്ക് മടിയില്ല. ധർമ്മഗ്രന്ഥങ്ങളോടും ഭഗവാനോടും ഈർഷ്യാലുക്കളായ അവർ ഈശ്വര സത്യത്തെപ്പറ്റി മിഥ്യാവാദങ്ങൾ ഉന്നയിക്കുകയും ധർമ്മശാസ്ത്രങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്നു. ഏത് പ്രവൃത്തിക്കും താൻ സ്വതന്ത്രനും ശക്തനുമാണെന്ന് അവർ വിചാരിക്കുന്നു. ശക്തി കൊണ്ടും പ്രഭാവം കൊണ്ടും സമ്പത്ത് കൊണ്ടും തന്നോട് തുല്യനായി മറ്റാരുമില്ലെന്നും അതിനാൽ അയാൾ ഏതുവിധം പ്രവർത്തിച്ചാലും ആർക്കും തടയാനാവില്ല എന്നും അയാൾ ചിന്തിക്കും. തൻ്റെ കാമഭോഗങ്ങൾക്ക് വിലം കഴിച്ചു നിൽക്കുന്ന ഏതൊരാളെയും നശിപ്പിക്കുവാനും അയാൾ മടിക്കില്ല. നമാവും വിഷ്ണുപദായ കൃഷ്ണപ്രസാദ പോലെ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നമേ. നമസ്തേ സരസ്വതി ദേവി ഗൗരിവാൻ പ്രശാന്തി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസി ഗൗരി ഭക്തിവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശുദ്ധ മാമാ പരമദേഹേഷു പ്രദ്വിതന്തു അഭ്യൂസൂയക. ഇവിടെ ഭാവാർത്ഥത്തിൽ തന്നെ ശ്രീ പ്രഭുപാദ വളരെ സിമ്പിളായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ഈശ്വരൻ്റെ അധീശ്വരത്തെ സദാ എതിർക്കുന്ന ആസുര സ്വഭാവികൾ ധർമ്മശാസ്ത്രങ്ങളിൽ വിശ്വസിക്കില്ല. നമ്മുടെ വീട്ടിലും കാണും ഏതെങ്കിലും ഒരു അസുരൻ, അല്ലേ? ഈ ആസുര സ്വഭാവികൾ എല്ലാ വീട്ടിലും ഉണ്ട്. പണ്ടൊക്കെ ഒരു ഗ്രഹത്തിലുള്ളവർ മാത്രമായിരുന്നു അസുരന്മാർ, അല്ലെങ്കിൽ ഈശ്വര ചിന്തയില്ലാത്തവർ. ഇപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയായി, എല്ലാവരുടെയും വീട്ടിലായി. നമ്മുടെ അമ്പലത്തിൽ തന്നെ വരുന്ന പകുതി ആൾക്കാരുടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ ഭർത്താവ് വരില്ല, അല്ലെങ്കിൽ ഭാര്യ വരില്ല. ഭർത്താവ് വന്നു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല, ഭാര്യ വന്നു കഴിഞ്ഞാൽ ഭർത്താവിന് ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ വീടുകളിലും തന്നെ ഇപ്പോൾ ഈ അസുരന്മാർ, അല്ലേ, ഉണ്ടോ? ഈശ്വരൻ്റെ അധീശ്വരത്തെ സദാ എതിർക്കുന്ന അസുര സ്വഭാവികൾ ധർമ്മശാസ്ത്രങ്ങളിൽ വിശ്വസിക്കില്ല. അവയെക്കുറിച്ചും പരമപുരുഷന്റെ സത്തയെക്കുറിച്ചും ഈർഷ്യാലുക്കളാണ് തങ്ങളുടെ ദുരഭിമാനവും ശക്തിയും സമ്പാദിച്ചു കൂട്ടിയ ധർമ്മമായതിന് കാരണം. അപ്പോൾ ഒന്ന് അവരുടെ ദുരഭിമാനം, ഞാനാണെന്ന് ഭാവം. പിന്നെ അവരുടെ സമ്പത്ത്, അവരുടെ ബാങ്ക് ബാലൻസ്. ഇഷ്ടംപോലെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ വരും, അല്ലേ? പൈസ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മൾ ആരും പേടിക്കുന്നത്? നമ്മളിപ്പോൾ ഈ വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ ആ ഡമ്പ് കാണിക്കാറുണ്ട്, ഇല്ലേ? വലിയ വണ്ടിയാണ് അവർ ഓട്ടിക്കുന്നതെങ്കിൽ, നമ്മളൊരു ചെറിയ വണ്ടിയാണ് ഓടിച്ച് പോകുന്നതെങ്കിൽ ആ ഡമ്പ് നമുക്ക് കാണാൻ പറ്റും. കാര്യം എന്താണ്? അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്, അതിൻ്റെ അഹങ്കാരമാണ്. അപ്പം നമ്മളിതെല്ലാം ഈ കലിയുഗത്തിലും കാണുന്നുണ്ട്. ഈ ജീവിതം വരാൻ പോകുന്ന ജീവിതത്തിന് തയ്യാറെടുപ്പിലാണെന്ന് ആസുര സ്വഭാവിക്കറിയില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതമാണ് നമുക്ക് അടുത്ത ജന്മത്തിലേക്കുള്ള ശരീരം മോൾഡ് ചെയ്ത് വരികയാണ്. നമ്മുടെ ആഗ്രഹങ്ങളും, അല്ലേ, നമ്മുടെ അവബോധവും, നമ്മുടെ ചിന്തകളും, നമ്മുടെ പ്രവൃത്തികളും, ഇതെല്ലാം ഓരോ ദിവസവും അടുത്ത ജന്മത്തിലേക്കുള്ള പാർട്സ് ഇങ്ങനെ റെഡിയായിക്കൊണ്ട് വരിക. ചില ആൾക്കാർക്ക് 2 കാലം ഉണ്ടാവുന്നു, അല്ലേ? അടുത്ത ജന്മത്തിൽ ചില ആൾക്കാരുടെ അവരുടെ താല്പര്യം അനുസരിച്ച് 4 കാലം ഉണ്ടാവണം, പിന്നെ ഒരു വാലുണ്ടാവണം, അല്ലേ? എങ്കിലേ അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് സാധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ജന്മത്തിലെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് അടുത്ത ജന്മത്തിലേക്കുള്ള ശരീരം ഓരോ ദിവസവും റെഡിയായിക്കൊണ്ടിരിക്കുക, അല്ലേ? അപ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്കിനി അടുത്ത ജന്മം ഏതായിരിക്കും കിട്ടുക എന്നുള്ളത്. തീർച്ചയായും നമ്മളതിന് ഒരുപാട് ഉദാഹരണം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇവിടെ ഈ ഇപ്പോൾ ദേവാസുര ഭാവങ്ങളാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 4 ശ്ലോകത്തിൽ ദേവന്മാരുടെ സ്വഭാവങ്ങൾ മുഴുവൻ കഴിഞ്ഞു. ബാക്കി പിന്നെ 24 ശ്ലോകങ്ങളുണ്ട്. അത് മുഴുവൻ അസുരന്മാരുടെ ഗുണമാണ്. 24 ബാക്കിയുള്ള 20 ശ്ലോകവും അസുരന്മാരുടെ സ്വഭാവമാണ്. അത് ഇതുവരെ പറഞ്ഞു തീർന്നില്ല ഭഗവാൻ. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളത് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ബോംബെയിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ബോംബെ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ രാവിലെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മെട്രോയിലൊക്കെ കയറാനുള്ള
കണ്ടിട്ടുണ്ട്? എത്ര പേര് കണ്ടിട്ടുണ്ട്? ബോംബെ മെട്രോ. അതിൽ കയറി പറ്റിയാലാണ് നമുക്ക് ഇഷ്ടം പോലെ കേൾക്കുന്നത്. കയറി പറ്റിയാൽ അല്ലേ, ചിലപ്പോൾ വെളിയിൽ തന്നെ നിൽക്കും. നമ്മൾ വീഴത്തില്ല, കാര്യം എന്താ, നമ്മളെ പുറകിൽ ആൾക്കാരുണ്ട്, അവരിങ്ങനെ ഇറക്കി പിടിച്ചോളൂ. അതുകൊണ്ട് അല്ലേ, അതാണ് നമ്മുടെ ജീവിതം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ബോംബെ വരെ പോയാൽ ആ മെട്രോയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അല്ലേ, ഹെലിഷ് ഒരു കണ്ടീഷനാണ്. വളരെ മോശമായിട്ടുള്ളൊരു ഒരു കണ്ടീഷനിലാണ് അവർ പോകുന്നത്. അതിനകത്തുള്ള തിക്കും തിരക്കും, വെളിയിലുള്ള തിക്കും തിരക്കും. ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ല ആൾക്കാർ ഇല്ലേ. കാരണം കയറാനുള്ളവരെന്ന് കയറിക്കൊള്ളാനുള്ള ഒരു കൃതിയാണ്. അവർക്ക് ഇരിക്കാൻ വേണ്ടിയല്ല, അവർ അല്പം സ്ഥലം നിൽക്കാനായിട്ട് വേണം. അതിനുവേണ്ടിയാണ് അവർ തെറ്റിക്കുന്നത്. ആൾക്കാർ പരക്കം പായുകയാണ് അല്ലേ. അപ്പം അത് ഇവിടെ പ്രഭുപാദ് പറയുന്നത് വളരെ ഹെൽഡിഷായിട്ടുള്ള, വളരെ നരകതുല്യമായിട്ടുള്ള ജീവിതമാണ്. അതാണ് ഏറ്റവും ഉദാഹരണം പ്രഭുപാദ് പറഞ്ഞു. 2-ാമത്തെ അധ്യായത്തിൽ 62-ാമത്തെ ശ്ലോകം. ധ്യായതോ വിഷയാൻ പുംസ സംഗശേഷു പ്രജായനെ സംഘാ സഞ്ചായതേ കാമ ക്രോധ വിജാജനെ ക്രോധാഭവതി സമൂഹ ഭ്രമതി വിഭ്രമം സ്മൃതി പ്രമാ ബുദ്ധിനാശ നശം. നമ്മളൊരു 100 പ്രാവശ്യങ്ങളിൽ കേട്ടിട്ടുണ്ട് ഈ ശ്ലോകം അല്ലേ. എല്ലാ ആചാര്യന്മാരും കൂട്ടിയുന്ന ഒരു ശ്ലോകമാണ്. പ്രത്യേകിച്ച് അസുര സ്വഭാവങ്ങളും അല്ലേ, നമ്മുടെയൊക്കെ ആൾക്കാരുടെയൊക്കെ സ്വഭാവങ്ങൾ പറയാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ശ്ലോകമാണ്. അതിലെന്താ പറയുന്നത്? ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ലസ്റ്റ് അല്ലേ, അവയിൽ ആസക്തി ഉണ്ടാകും. ആസക്തിയിൽ നിന്ന് കാമവും അതിൽ നിന്ന് ക്രോധവും ഉളവാകും. ക്രോധത്തിൽ നിന്ന് സമൂഹവും അതിൽ നിന്ന് ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകും. ബുദ്ധിനാശം വീണ്ടും ഭൗതികതയുടെ കയറ്റിലേക്ക് വീണ് നാശം പ്രാപിക്കും. അപ്പോൾ ഒരാൾക്ക് ഈ ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റിയുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ, അവയിൽ ആസക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലേ, ആ ആസക്തിയിൽ നിന്ന് എന്താ ഉണ്ടാകുന്നത്? കാമം ഉണ്ടാകും. കാമത്തിൽ നിന്ന് ക്രോധം, അത് കിട്ടാതെ വരുമ്പോൾ ദേഷ്യം വരും, ക്രോധം വരും അല്ലേ. ആ ക്രോധത്തിൽ നിന്ന് സമൂഹം, പിന്നെ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. അതിൽ നിന്ന് ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകും. ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനുഷ്യ ശരീരം എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മളിപ്പോൾ പേരുകട ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിയില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ബുദ്ധി നശിച്ച ആൾക്കാർ അല്ലേ, ബുദ്ധി നശിച്ച ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്ന കോപ്രായം നമുക്ക് കാണാൻ പറ്റും അല്ലേ. നമ്മൾ അവിടെ പോയി കണ്ടില്ലെങ്കിൽ ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അവർ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ. കാരണം അവരെ അല്ല, അവരാണ് യഥാർത്ഥം ഞാൻ ഈ ശരീരമല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ അല്ലേ. അവർ മറ്റെന്തോ അല്ലേ, തീർച്ചയായിട്ടും അവർ ഈ ശരീരത്തിനോട് യാതൊരു പ്രാധാന്യം അവർ കൊടുക്കാറില്ല. കാരണം അവർക്കറിയില്ല, അവരതിൻ്റെ അപ്പുറത്തായിരിക്കും. അപ്പോൾ വീണ്ടും ഭൗതികതയുടെ കയറ്റിലേക്ക് വീണ് നാശം പ്രാപിക്കും. നമ്മളിവിടെ ഈ സ്വഭാവങ്ങളൊക്കെ പറയുമ്പോൾ ലസ്റ്റ്, അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ രാവണൻ. രാവണൻ എന്താ ചെയ്തത്? ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി അല്ലേ, മറ്റൊരാളുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. നമ്മൾ ഈ ജയവിജയന്മാരുടെ കഴിയൊക്കെ അറിയാം. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ, അല്ലെങ്കിൽ 4 കുമാരന്മാർ അവരെ കേഴ്സ് ചെയ്താണെന്നൊക്കെ അറിയാം അല്ലേ. നമ്മൾ ഈ രാവണനൊക്കെ ഇത്രയും ദുഷ്ടനാണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും അല്ലേ, രാവണനും ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുമൊക്കെ. പക്ഷെ അതിനൊക്കെ കാരണമുണ്ട്. അതെല്ലാം ഭഗവാന്റെ ഓരോ ലീലകളാണ്. നമുക്ക് ഭക്തന്മാർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ അല്ലേ. മറ്റുള്ളവരെല്ലാവരും ഭഗവാൻ എന്തിനാണ് ഇവരെയൊക്കെ ഇങ്ങനെ തല്ലിക്കൊല്ലുന്നതെന്നാണ് വിചാരിക്കുന്നത്. അവർക്ക് ഈ കഥ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ കഥയിലൂടെ ഞാൻ പോകുന്നില്ല. ഇപ്പോൾ രാവണൻ ഒരുപാട് സ്ത്രീകളെ ഇങ്ങനെ അവിടെ കൊണ്ട് അടച്ചിട്ടുണ്ട്. അവരെയും തൊടാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ വേദവതിയിൽ നിന്ന് ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. അവരുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ തൊടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എല്ലാത്തിനെയും ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്ത് അവിടെ കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ നാശം അടുത്ത് വന്നപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു. എന്ത് ചെയ്തു? സീതാമാതയെ കൂടെ തട്ടിക്കൊണ്ടുപോയി അല്ലേ. എങ്കിലേ നാശം വരുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത്. നമുക്ക് ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നതുപോലെ അല്ലേ, രാവണൻ അങ്ങനെ ഒരു ദുർബുദ്ധി തോന്നി സീതാമാതാവിനെ അടിച്ചുകൊണ്ട് പോയി അല്ലേ, അദ്ദേഹത്തിൻ്റെ നാശം കാണുകയും ചെയ്തു. അപ്പോൾ അത് എന്താണ് ലസ്റ്റ്. അപ്പോൾ ആ ഒരു ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. സർവനാശം. യയാതി ഭയങ്കര ഒരു രാജാവ്, അദ്ദേഹത്തിൻ്റെ വൈഫ് ദേവയാനി. അദ്ദേഹത്തിന് നല്ലൊരു സുന്ദരിയായിട്ടുള്ളൊരു
ഭാര്യ ഉണ്ടായിരുന്നു. ഞാനൊരു ഉദാഹരണങ്ങൾ പറയുന്നു. അദ്ദേഹത്തിന് അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു തോഴിയുണ്ടായിരുന്നു, ഒരു പരിചാരിക ഉണ്ടായിരുന്നു. ധർമ്മിഷ്ഠ എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഈ ധർമ്മിഷ്ഠയുമായിട്ടുള്ള ബന്ധം അറിഞ്ഞപ്പോൾ ഭാര്യ ദേവയാനി കടന്നുപോയി. അത് ഒരു ഭാര്യയ്ക്കും ഇഷ്ടപ്പെടാത്ത കാര്യം. അപ്പോൾ ശുക്രാചാര്യരോട് പോയി പരാതിപ്പെടുകയും ശുക്രാചാര്യർ കഥയൊക്കെ വളരെ നീണ്ട കഥ ഞാൻ വളരെ ചുരുക്കി പറയും. ശമിക്കുകയും ചെയ്തു. അല്ലേ, ശമിക്കുന്ന എന്താണ്? നിന്റെ ഈ യൗവനമാണല്ലോ നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നിന്റെ യൗവനം നഷ്ടപ്പെടട്ടെ എന്ന് ആര്? ശുക്രാചാര്യര് ശമിക്കുകയും ചെയ്യാം. ഈ ശാപം കിട്ടുമ്പോഴാണ് ഓരോരുത്തർ കിട്ടിപ്പോയോ, തീർന്നോ, എന്താ ജീവിതം തീർന്നോ എന്ന് ആലോചിക്കുന്നു. അതുവരെ അഹങ്കരിക്കും. ഈ കൊച്ചുകുട്ടികളെ കണ്ടിട്ടില്ല, അവരെല്ലാ കുണ്ടനത്തിനവും കാണിക്കും. അല്ലെ, ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ കൂട്ടത്തോടൊക്കെ അവർ ആ വീര്യത മുഴുവൻ കാണിച്ച് എന്തെങ്കിലും താഴെയിട്ട് പൊട്ടിക്കുമ്പോൾ പിന്നെ അവരെ കാണത്തേയില്ല, എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. ഇത്രയും പേടിയുള്ള ആൾക്കാരുണ്ടാകും. അല്ലേ, അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് പേടി. അതുപോലെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറ്റം ചെയ്തതിന് ശേഷമാണ് നമുക്കതിൻ്റെ തിരിച്ചറിവുണ്ടാകും. അതുപോലെ ഈ യയാതി പോയി ശുക്രാചാര്യരോട് യാചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ മക്കളെ ആർക്കെങ്കിലും ചോദിക്കുമ്പോൾ അവരുടെ യൗവനം തരുമോ? എല്ലാ മക്കളോടും ചോദിച്ചാൽ ആരും കൊടുത്തില്ല, ഒരാൾ മാത്രം കൊടുത്തു. അല്ലേ, അത് കുരുവാണ് മാത്രം, കുരുവാണ് കൊടുത്തത്. പായ പുരുവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു കഥയുണ്ട്. ഇതെല്ലാം ലസ്റ്റിൻ്റെ ഉദാഹരണങ്ങളാണ്. പുരൂരവം ഉർവശിയുമായിട്ട്, അല്ലേ, ഉർവശിയെ കല്യാണം കഴിച്ച് ഉർവശിയുമായിട്ട് കുറേ കാലം, വർഷങ്ങളോളം, ആയിരക്കണക്കിന് വർഷങ്ങളോളം, അല്ലേ, അവർ ഭാര്യ ഭർത്താവായി ജീവിച്ചു. പകലാണെന്നോ രാത്രിയാണെന്നോ അറിയാതെ അവർ ഇന്ദ്രിയ സംതൃപ്തിയിൽ മുഴുകിയിരുന്നു. കുറേ കാലം കഴിഞ്ഞിട്ടാണ് പുരൂരവർ ചിന്തിച്ചത്, ഞാൻ എന്തുവാണ്, ഞാൻ എവിടെയാണ്, ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ തിരിച്ചു വന്നിട്ട് അവർ തിരിച്ചു വന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ശാസ്ത്രങ്ങളിൽ തന്നെ, പുരാണങ്ങളിൽ തന്നെ ഒരുപാട് ഉദാഹരണം കാണാൻ പറ്റും. അജാമിൽ ഒരു ബ്രാഹ്മണരായിരുന്നു. അല്ലേ, ബ്രാഹ്മണന്റെ ജോലി എന്തുമായിരുന്നു? ഭഗവാനെ സേവിക്കുക, ഭഗവാനെ പൂജ ചെയ്യുക, ആൾക്കാർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ് ഒരു ബ്രാഹ്മണന്റെ ജോലി. ആ കർത്തവ്യം വളരെ ഭംഗിയായി ചെയ്തു വരുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു ആര്? അജാമിലൻ. അജാമിലന്റെ കഥ എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ എന്താണ്, ഒരുപാട് ഭഗവാനെ കുറിച്ച് ഒരുപാട് അറിയുന്ന ഒരാളായിരുന്നു അജാമിലൻ. ഒരു ദിവസം പൂ പറിക്കാനായിട്ട് കാട്ടിൽ പോയപ്പോഴാണ് അദ്ദേഹം ഒരു വേശ്യാസ്ത്രീ, അല്ലേ, ഒരു ശൂദ്രൻ ഒരു വേശ്യാസ്ത്രീയുമായിട്ട് ഇണ ചെയ്യുന്നത് കണ്ടതും ആ കണ്ട നിമിഷം തന്നെ പുള്ളിക്കാരൻ്റെ മനസ്സ് മാറുകയും, അല്ലേ, ആ വേശ്യാസ്ത്രീയെ കല്യാണം കഴിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 10-80 വർഷം അവര് ഭാര്യ ഭർത്താവൊക്കെ ജീവിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്തത്, മക്കൾക്കൊക്കെ പഴയ ആൾക്കാർ ചെയ്യുന്നത് പോലെ ഭഗവാന്റെ പേരിടുകയും ഭഗവാന്റെ പേരിടുകയും അവസാനം എന്താണ് വിളിച്ചത്? നാരായണാണ് വിളിച്ചത്. അത് ഏറ്റവും വലിയ കുഞ്ഞാണ് വിളിച്ചത്. പക്ഷെ ഭഗവാനെയാണ് വിളിച്ചതായിട്ട് കണക്കാക്കുകയും, അല്ലേ, ഭഗവാൻ തന്നെ വിഷ്ണു തന്നെ വിടുകയും ചെയ്യും. അതാണ് ഭഗവാന്റെ മേഴ്സി എന്ന് പറയുന്നത്. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ 10 സ്റ്റെപ്പ് നമ്മുടെ അടുത്തേക്ക് എടുക്കും. അല്ലേ, എൻ്റെ കുഞ്ഞിന് എന്തൊക്കെയാണോ ആവശ്യം, എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് എന്താണോ ആവശ്യം, ഇത്രയും കാര്യം വന്നില്ല, ഇപ്പോഴൊരു സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു, അവൻ എത്രയും ബാക്കിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കണമെന്നുള്ളൊരു താല്പര്യം മാർക്കുണ്ട് ഭഗവാനുണ്ട്. അപ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ 10 സ്റ്റെപ്പ് എടുത്ത് നമുക്ക് വേണ്ട ഒത്താശകളെല്ലാം ചെയ്തു തരും. ആ ഒരു സ്റ്റെപ്പ് എടുക്കാന്നുള്ളതാണ് നമ്മുടെ ശ്രമം എന്ന് പറയുന്നത്. ശ്രമ ഏവഹിക്കരുത് എന്ന് പറയുന്ന പോലെ നമ്മുടെ ശ്രമം ചെയ്യേണ്ടത് എന്താണ്? ആ ഒരു സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു നാടകം അമ്പലത്തിൽ കാണുകയുണ്ടായി. അല്ലേ, എന്തുവായിരുന്നു? വില്ലുമംഗലം. അല്ലേ, കണ്ടില്ലേ? വില്ലുമംഗലം നമ്മുടെ നാട്ടുകാരനാണെങ്കിൽ ഇവരെല്ലാവരും അത് ടാപ്പൂറാക്കി മാറ്റി. ഇല്ലേ, വില്ലുമംഗലം ടാപ്പൂറാക്കി. അല്ലേ പ്രഭു, നമ്മുടെ നാട്ടുകാരനല്ലേ വില്ലുമംഗലം. അപ്പോൾ ആ കഥ വളരെ ഭംഗിയായിട്ട് അവർ അന്ന് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. അല്ലേ, ആരുടെ പുറകെയാണ് വില്ലുമംഗലം പോയത്? ചിന്താമണി. അല്ലേ, ചിന്താമണി എന്നുള്ള വേശ്യസ്ത്രീയായിട്ട് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രണയം മുഴുവൻ. ജീവിതം മുഴുവൻ അദ്ദേഹം ചിന്താമണിക്ക് വേണ്ടി മാറ്റിവെക്കുകയും
അവസാന സമയത്ത് ചിന്താമണി തന്നെ ചോദിച്ചു, നിങ്ങൾ എൻ്റെ പുറകെ നടക്കുന്നതിന് പകരം ഭഗവാന്റെ പുറകെ പോയിരുന്നെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നു, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം, അല്ലേ ഇതുപോലെയല്ല പറഞ്ഞ് വളരെ മോശമായിട്ടാണ് പറഞ്ഞത്, അല്ലേ അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പോൾ അതിനും ഒരു വേശ്യാസ്ത്രീ ഉപകരണമാവേണ്ടി വന്നു. അതും ഭഗവാന്റെ ഒരു ലീല തന്നെയാണ്. പിന്നെ മറ്റൊരു ഉദാഹരണമുള്ളത് നമുക്കെല്ലാം അറിയുന്നത്, അതിന് ഇംഗ്ലീഷിൽ ഫ്ലൂയിഡ് ലവ് എന്ന് പറയും. മനസ്സിലായോ? ഫ്ലൂയിഡ് ലവ് ആർക്കെങ്കിലും അറിയോ? ഫ്ലൂയിഡ് ലവ് എന്ന് പറഞ്ഞാൽ പ്രഭുവിനറിയാം, ഉണ്ട്. വേറെ ആർക്കെങ്കിലും അറിയാം ഫ്ലൂയിഡ് ലവ് എന്ന് പറഞ്ഞാൽ? ഇല്ല. ഒരാൾക്ക് ഒരു സ്ത്രീയോട്, വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയോട് ഭയങ്കര താല്പര്യം വന്നു. ലസ്റ്റ് വന്നപ്പോൾ ഇയാൾ ഈ സ്ത്രീയുടെ പുറകെ നടക്കാൻ തുടങ്ങി. അപ്പോൾ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ 1 മാസം കഴിഞ്ഞിട്ട് വരും, അപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കണം. അങ്ങനെ ശരി, വളരെ താല്പര്യത്തോടുകൂടി കുറേ സുന്ദര സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ പോയി വീട്ടിലിരിക്കുക. അന്ന് തൊട്ട് പുള്ളിക്കാരി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരു മരുന്നൊക്കെ കഴിച്ചിട്ട്, ഈ വയറിളക്കമുള്ള മരുന്ന് കഴിക്കില്ല, അതൊക്കെ കഴിച്ചിട്ട് വയറ്റിലുള്ളതെല്ലാം വെളി കളഞ്ഞില്ല, എല്ലാം പെട്ടിക്കകത്ത് അടച്ചു വെച്ചു. പിന്നെ ഒന്ന് ആഹാരം കഴിക്കാതെ ഛർദ്ദിച്ചു. ആഹാരം കഴിക്കാതെ ഛർദ്ദിക്കുകയും എല്ലാം ചെയ്ത് ഈ ഛർദ്ദിലൊന്നും കളഞ്ഞില്ല. പുള്ളി എല്ലാം എന്ത് ചെയ്തു? എല്ലാം സൂക്ഷിച്ചു വെച്ചു, എല്ലാം കുപ്പിക്കകത്ത് അടച്ചു വെച്ചു. അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്നതോടെ ഈ സ്ത്രീയുടെ ശരീരം ശോഷിച്ച് നല്ല വെളുത്തിരുന്ന നല്ല സുന്ദരിയായിട്ടുള്ള സ്ത്രീ വളരെ കരകറായി, അത് കഴിഞ്ഞിട്ട് തൊലിയൊക്കെ ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് ആഹാരം കഴിക്കാതെ, അല്ലേ, ആൾക്കാർ തീർച്ചയായിട്ടും മരിച്ചു. പക്ഷെ മരണപ്പെട്ടില്ല എന്നുള്ളൂ. പക്ഷെ പുള്ളിക്കാരി അത്രയും വളരെ മോശപ്പെട്ടൊരവസ്ഥയായി. 1 മാസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വളരെ, അല്ലേ, പുതുമണാളെന്നൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് ഓടി വന്ന് കതവ് തട്ടിയപ്പോൾ ഒരു വളരെ വൃദ്ധയായ ഒരു സ്ത്രീ കതവ് തുറന്നു. അപ്പോൾ പറഞ്ഞു, ഞാനിവിടെ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇവിടെ അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരെ കല്യാണം കഴിക്കാൻ വന്നാണ്, ആ സ്ത്രീ ഒന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ വൃദ്ധ പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്, അല്ലേ. അയ്യോ, അതെന്ത് പറ്റി? ഞാൻ ഇതല്ലല്ലോ സ്വപ്നം കണ്ടു വന്നത്, എനിക്ക് അവരാണ് കല്യാണം കഴിക്കുന്നത്, നിങ്ങൾ കള്ളം പറയുന്നുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് എൻ്റെ ശരീരമല്ലേ വേണ്ടത്, എൻ്റെ ശരീരത്തെ ഞാൻ ആ ജാറിലൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾ പോയി നോക്കാൻ പറഞ്ഞു. അതാണ് എൻ്റെ മാംസവും മജ്ജയും എല്ലാം അതിനകത്തുണ്ട്, അതായിരുന്നു എൻ്റെ സൗന്ദര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാമോ? ഇയാൾ പോയി തുറന്ന് നോക്കി ബോധം കെട്ടി വിടുന്നത് ഒരുമിച്ചു, അല്ലേ. അതാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ കല്യാണം കഴിക്കണം തോന്നുന്നു, അല്ലേ. ഈ ചുക്കിച്ചുളിഞ്ഞ സ്ത്രീയെ ആരെങ്കിലും കല്യാണം കഴിക്കും, ഇല്ലേ. അദ്ദേഹം തിരിച്ചു പോയിച്ചു. അപ്പം അതാണ് ഫ്ലൂയിഡ് ലവ്. എല്ലാം ഫ്ലൂയിഡാക്കി വെച്ചിരിക്കുക. അതാണ് ഫ്ലൂയിഡ് ലവ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ ഇതൊക്കെ ലസ്റ്റിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഒരു ലസ്റ്റിൻ്റെ കാര്യം നമുക്കറിയാം. എന്താണ്? ഹരിദാസ് ഠാക്കൂർ ആരെങ്കിലും പുറകെ പോയതാണോ? അല്ല. ഒരു വേശ്യാസ്ത്രീയെ ആരായിരുന്നു പറഞ്ഞ്? രാമചന്ദ്ര ഖാൻ എന്നല്ലേ അദ്ദേഹത്തിൻ്റെ പേര്? എന്തോ ഒരു ഖാനാണ്, ഏതോ ഒരു ഖാൻ, അല്ലേ. അവിടുത്തെ നഗരപ്രധാനി, ഓക്കെ, ഭരണാധികാരി. അദ്ദേഹം ഈ ഹരിദാസ് ഠാക്കൂറെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഒരു വേശ്യാസ്ത്രീയെ വിട്ടു, അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരുമായിട്ട് വന്ന് ഇവരെ കൈയോടെ പിടിക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ താല്പര്യം. പക്ഷേ ഈ ലസ്റ്റി ഡിസൈഡ് വിട്ടുകൊണ്ടിരുന്ന ആ സ്ത്രീയുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും അറിയാം കഥ, അല്ലേ. എത്ര പേർക്ക് അറിവുണ്ടോ? അത് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഇരിക്കൂ, എനിക്ക് എത്ര 3 ലക്ഷം നാമം എനിക്ക് ജപിക്കാനുണ്ട്, അത് ജപിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരൻ രാവിലെ എണീറ്റിട്ട് പ്രഭാത കർമ്മങ്ങളെ കഴിഞ്ഞ് 3 ലക്ഷം നാമം ജപിക്കാൻ പറഞ്ഞു. ഈ സ്ത്രീ ഇങ്ങനെ ഇരിക്കും, അപ്പം തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ടിരിക്കുമോ, അല്ലേ. ഇദ്ദേഹം ഇതൊക്കെ തീരുമ്പോൾ ഏതാണ്ട് ഒരു സന്ധ്യ ആകുമ്പോഴത്തേന് ഈ സ്ത്രീകളുടെ കൂർക്ക വലിച്ച് ഉറക്കമായിരിക്കും, അല്ലേ. പിറ്റേന്ന് രാവിലെ ചാടി എണീക്കുമ്പോൾ ഇദ്ദേഹം കുളിച്ച് റെഡിയായ അടുത്ത ഇന്നെങ്കിലും നടക്കുമോ? അപ്പോൾ പറഞ്ഞു, 3 ലക്ഷം ഞാൻ ജപിച്ചിട്ട് പോരാൻ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും അവിടെ ഇരുത്തി അദ്ദേഹം ജപിച്ചുകൊണ്ടിരിക്കും. ആ ജപത്തിൻ്റെ ആ ഒരു എഫക്റ്റാണെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് മനമാറ്റം ഉണ്ടായി, അല്ലേ. ഞാൻ എന്തിനാണ് വന്നത്? ഇത്രയും നല്ലൊരു മനുഷ്യനെ ദ്രോഹിക്കാൻ വേണ്ടിയല്ലേ വന്നത്, അല്ലേ. എന്നെ ഒരാൾ ഇങ്ങനെ വിട്ടതാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് ആ സ്ത്രീ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് സറണ്ടർ ചെയ്തു, അല്ലേ. അങ്ങനെ ശിഷ്യയായി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ പുള്ളിക്കാരി ഹരികൃഷ്ണ മഹാദേവൻ പറഞ്ഞു, അല്ലേ.
ഹരേകൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെയും അതും ലസ്റ്റിൻ്റെ ഒരു ഉദാഹരണം. അങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങൾ ലസ്സിന് വേണ്ടി നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അത്യാഗ്രഹം അല്ലേ, ഗ്രീഡ്, ഹിരണ്യകശിപു, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു അല്ലേ. എത്ര പേരാണ് മഹാനരസിംഹൻ സിനിമ കണ്ടത്? ആരെങ്കിലും കൈ പൊക്കാതെ ഉണ്ടോ? നിങ്ങൾ കണ്ടില്ലേ? ഭയങ്കര നഷ്ടമായിരുന്നു. മക്കളെല്ലാവരും കണ്ടില്ലേ? കണ്ടു എന്നാണോ പറഞ്ഞത്? കാണാത്തവരാണ് ചോദിച്ചത്. വേറെ ആരെങ്കിലും ഉണ്ടോ? വിശ്വനാഥ് പ്രഭു മാത്രമേ വിളിച്ചിരിക്കുന്നത്. ഗോപുരമ കണ്ടില്ലേ? നാളെ തന്നെ ഈ വിശ്വനാഥ് പ്രഭുവിനെ വിളിച്ചിട്ട് പോകും കേട്ടോ. ഇന്നുണ്ട്, അവിടെയൊക്കെ ഫുള്ളായിട്ട് ഓടുക. ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ലുലുവിലുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, കഴിഞ്ഞ ഓൺലൈനിൽ കാണിച്ചാൽ നടക്കും. അത് നടക്കില്ല, തീർച്ചയായിട്ടും കണ്ടിരിക്കണം. പ്രത്യേകിച്ച് KBI ഡിവോട്ടി സെന്ററും കണ്ടിരിക്കണം. കാരണം കണ്ടാൽ നമ്മൾ ആ രണ്ട് മണിക്കൂറില്ലേ കൂടുതലുണ്ടോ അല്ലേ, നമ്മൾ ഒന്നും ചിന്തിക്കില്ല. പ്രഭു അത്രയും വളരെ ക്ലിയർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, വളരെ മനോഹരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് പോയി കണ്ടില്ല? പ്രഭുവിന് സിനിമ കാണാനുള്ള വിഷമമാണോ? ഞങ്ങളെല്ലാവരും പോയി കണ്ടത്. എല്ലാ ഡിവോട്ടീസും, ഇസ്കോണിലുള്ള എല്ലാ ഡിവോട്ടീസും കണ്ടു. ആ ഡിവോട്ടീസ് വേറെ 10 ആൾക്കാരെ കൂടെ വിളിച്ചിട്ട് പോയി കാണും. പ്രത്യേകിച്ച് അത് ഇസ്കോൺ ഡിവോട്ടീസ് എടുത്തതാണ് അല്ലേ. അവർ ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അല്പം പോലും അത് വെള്ളം ചേർത്തിട്ടില്ല. ഏത് സിനിമ എടുത്തു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലുമൊക്കെ വെള്ളം ചേർക്കാറുണ്ട്, പക്ഷെ ഇതിൽ അല്പം പോലും ചേർത്തിട്ടില്ല. ഒരു ചോദ്യം മാത്രം ഞാൻ അതിൽ കണ്ടില്ല, നിങ്ങളെ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഹിരണ്യകശിപു ചോദിക്കുന്നുണ്ട്, എനിക്ക് മരണം വേണ്ടാന്ന്. അതതിൽ പറയുന്നുണ്ടോ? ഇല്ല, അത് ഞാൻ ശ്രദ്ധിച്ചിട്ട് കണ്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടോന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ബ്രഹ്മദേവൻ പറയുന്നുണ്ട്, എനിക്ക് പോലും മരണമുണ്ട്, പിന്നെ എനിക്കില്ലാത്ത നിങ്ങൾ തരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പറയുന്നു. അത് അങ്ങനെ പറഞ്ഞ് അത് കണ്ടില്ല. ഇനി അത് വെട്ടിക്കളഞ്ഞാണോ ഇല്ലാത്തതുകൊണ്ടോ എന്നറിയില്ല. അല്ലേ പ്രഭു? കണ്ടല്ലേ? മറന്നു. ഈ പ്രഭു അവിടെ ഇരുന്നു ഉറങ്ങിക്കോ സിനിമ പറഞ്ഞോ? ഞാൻ കണ്ടില്ല. പിന്നെ ആരെങ്കിലും കാണണമെങ്കിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു നോക്കണം കേട്ടോ. അതെ, എങ്ങനെയോ. അപ്പോൾ അതാണ് ഗ്രീഡിന് അവർക്ക് കിട്ടിയ എന്താണ് ഉപഹാരം എന്താണെന്ന് നമുക്കറിയാം. അഹങ്കാരം കൊണ്ട്. മറ്റൊരു ഭൗതികമായിട്ടുള്ളൊരു കഥ എപ്പോഴും പ്രഭുപാദർ പറയുന്ന ഒരു കഥയാണ്. അതായത് ഒരു നേവി ക്യാപ്റ്റൻ, പിന്നെ നേവി ക്യാപ്റ്റൻ പറഞ്ഞൊരു കഥയാണ്. ഒരു ചീഫ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കപ്പലിൽ. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ കപ്പൽ ഇങ്ങനെ എല്ലാ രാജ്യത്തും പോകുന്നു അല്ലേ. പോകുമ്പോൾ പുള്ളിക്കാരൻ അവിടുന്ന് ഈ സ്വർണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വരും, സ്മഗിൾ ചെയ്യും. ഈ നേവി ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ എന്താണ് ഈ കരയിൽ അടുക്കുമ്പോൾ അവർ കൂടുതലൊന്നും അവരെ ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല. അവർക്ക് എന്തുവാണെങ്കിലും കൊണ്ടുവരും, അവരുടെ ബാഗ് സുഖമായിട്ട് ഇറങ്ങി വരും. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഒരുപാട് സ്മഗിൾ ചെയ്ത് പൈസ ഉണ്ടാക്കി. അപ്പോൾ ക്യാപ്റ്റനാണ് പറയുന്നത്. നല്ലൊരു മനുഷ്യനായിരുന്നു, പക്ഷെ അദ്ദേഹം ഒത്തിരി കാശുണ്ടാക്കി. അദ്ദേഹത്തിന് കാശുണ്ടാക്കിയപ്പോൾ അദ്ദേഹം പിന്നെ വിചാരിച്ചു, ഈ സ്വർണവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ട് അറിയില്ല, നമുക്ക് ഒരു ടേപ്പ് റെക്കോർഡ് പോലും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ഭയങ്കര വിലയായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഗോവയിലെങ്ങാണ്ട് പോകുന്ന ഒരാളുണ്ടായിരുന്നു ഇപ്പോഴും നമ്മുടെ നാട്ടിൽ, എൻ്റെ കൊച്ചിലെ. അദ്ദേഹം എപ്പോൾ വന്നാലും ഒരു ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരാൻ തിരിച്ചു വരും. അതവിടെ വെച്ചിട്ട് ഒരു ചെറിയൊരു ടേപ്പ് റെക്കോർഡ് നമുക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. കുറെ അല്ലേ, പണ്ട് കാസറ്റൊക്കെ ഇട്ട് ചെറിയ കാസറ്റ് ഇട്ട് കേൾക്കുന്ന അതൊക്കെയാണ് ഭയങ്കര ഡിമാൻഡ്. അപ്പം അങ്ങനെ പുള്ളിക്കാരൻ ടേപ്പ് റെക്കോർഡ് അങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് പിന്നെ ആരോ പറഞ്ഞു, നിങ്ങൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നതിന് മയക്കുമരുന്ന് കുറച്ചുകൂടെ എഫക്റ്റീവാണ്. അങ്ങനെ പുള്ളി നർക്കോട്ടിക്സിലേക്ക് പോയി. അപ്പോൾ എവിടെ പോയാലും പുള്ളി ഇത് കണ്ടുപിടിച്ച് അത് കൊണ്ടുവരുമായിരുന്നു. ഈ ചീഫ് എന്താണ് എഞ്ചിനീയർ ആയതുകൊണ്ട് അല്ലെങ്കിൽ കപ്പലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരൻ വലിയ ഒരു എന്താ ചെക്കിങ് ഉണ്ടാവും. പുള്ളി ഇഷ്ടം പോലെ കൊണ്ടുവന്നിട്ട് ഇത് മറിച്ചിട്ട് ഇഷ്ടംപോലെ കാശുണ്ടാക്കി. ഇത് പ്രഭുപാദ് പറഞ്ഞ കഥ. അപ്പോൾ നേവി ക്യാപ്റ്റൻ പറയുന്നത്, എവിടെയോ വച്ചിട്ട് US ബോർഡറിലെങ്ങാണ്ട് വെച്ചിട്ട് പുള്ളിക്കാരനെ പിടിച്ച് പുള്ളിക്കാരൻ എപ്പോഴും ജോലി കിടക്കും.
അല്ലേ? അപ്പോൾ അത്യാഗ്രഹം അതിൻ്റെ ഒരു ഉദാഹരണം പ്രഭുപാദ് പറഞ്ഞു. പിന്നെ ദേഷ്യം, നമ്മളിപ്പോൾ എല്ലാം പറഞ്ഞല്ലേ ദേഷ്യം. ആ ദക്ഷൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്തായിരുന്നു? ശിവഭഗവാനെ അംഗീകരിക്കില്ല. മരുമോനാണെങ്കിലും അല്ലേ, ശിവഭഗവാനെ ഭയങ്കര ആക്ഷേപമായിരുന്നു. എപ്പോൾ കണ്ടാലും അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അതായിരുന്നു ദക്ഷൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങേർക്കറിയാം. അവർ ഈ വേദങ്ങളൊക്കെ സുഖമായിട്ട് പഠിച്ച ആൾക്കാരാണ്. വേദങ്ങളിലൊക്കെ ഭയങ്കര ജ്ഞാനമുള്ള ഒരാളാണ് ആര്? ദക്ഷൻ. അങ്ങനെയൊക്കെ ഈ മന്ത്രമൊക്കെ പറയും. എല്ലാ മന്ത്രങ്ങളും അറിയുന്ന ഒരാളാണ് ദക്ഷൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം, അല്ലെങ്കിൽ ഒരേ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പരമശിവനെ കണ്ടുകൂടാ. കാരണം പാർവതി തട്ടിക്കൊണ്ട് പോയെന്നുള്ളൊരു ദേഷ്യമാണ്. അമ്മാവനും മരുമോനും തമ്മിലുള്ള അടി. അപ്പോൾ ഇദ്ദേഹം യാഗത്തിന് ബാക്കി എല്ലാവരെയും ക്ഷണിക്കുകയും പാർവതിയും പരമേശ്വരനെയും ക്ഷണിക്കാതിരിക്കുകയും ചെയ്തു. അവസാനം പാർവതി പോയി കാലി പിടിച്ച് ചോദിച്ചു, അല്ലേ, എൻ്റെ അച്ഛനിങ്ങനെ ഒരു വലിയ യാഗം ചെയ്യാണ്, ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. അപ്പോൾ അദ്ദേഹം ആദ്യം എന്ത് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു, നീ പോകണ്ട, പോയാൽ നിനക്ക് നല്ല അനുഭവമായിരിക്കില്ല, മര്യാദയ്ക്ക് ഇവിടെ എങ്ങനെ ഇരുന്നാൽ പോലെ ചോദിച്ചു, ഇല്ലേ? അപ്പോൾ പറഞ്ഞില്ല, എനിക്ക് പോകണം, എൻ്റെ അച്ഛൻ്റെ ഇതാണ്, എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാൻ എന്നെ ആരും വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പോയിട്ട് അവിടെ ചെന്നപ്പോൾ എൻ്റെ അനുഭവമാണ് അവിടെ ഉണ്ടായത്. ദക്ഷൻ മൈൻഡ് പോലും ചെയ്തില്ല, ഏതാ ഒരു അന്യസ്ത്രീ വന്നതുപോലെ എന്ന് മാത്രമല്ല ശിവഭഗവാനെ ഒരുപാട് അസഭ്യം പറഞ്ഞ്, അല്ലേ, ആക്ഷേപിക്കാൻ തുടങ്ങി. അത് കേട്ടിട്ട് ഇങ്ങനെ ഒരു അച്ഛൻ്റെ മകളായിട്ട് ജീവിച്ചിരിക്കാൻ എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞിട്ട് അവിടെ പാർവതി എന്ത് ചെയ്തു? സതി അല്ലേ, ജീവത്യാഗം ചെയ്യുകയാണ് ചെയ്തു. ഭാര്യ മരിച്ചു പോയി കഴിഞ്ഞാൽ ഭർത്താവിനെന്ന് തോന്നും, ഭർത്താവിന് ദേഷ്യം വന്നു, അല്ലേ? ശിവഭഗവാൻ വന്നിട്ട് അടുത്ത ശിവതാണ്ഡവം ഇവിടെ വന്ന് ആടിയിട്ട് എന്ത് ചെയ്തു? ദക്ഷൻ്റെ തല വെട്ടിക്കളഞ്ഞു, അല്ലേ? അതിന് പകരമായിട്ടാണ് പിന്നെ, അല്ലേ, തല വെട്ടി കഴിയുമ്പോഴാണ് പിന്നെ ഇത് യാഗം ചെയ്യുന്ന ആൾ വേണ്ടേ. പകരം എന്ത് ചെയ്തു? അവർ അച്ഛൻ്റെ തലയെടുത്ത് വെച്ചു. പക്ഷേ ഈ മന്ത്രമൊക്കെ പറയുന്നുണ്ടായിരുന്നു ദക്ഷൻ. എങ്ങനെ പറയും? മിയാവും അല്ലേ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ മന്ത്രമൊക്കെ കറക്റ്റായിരുന്നു പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വെളിയിലോട്ട് വരുന്ന സൗണ്ടൊക്കെ ഒരു ആട് കരയുന്നത് പോലെയായിരുന്നു. നമ്മുടെ ജീനമാനജിയിൽ ആട് കരയുന്നത്. എല്ലാ മന്ത്രവും കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് ഭയങ്കര ജ്ഞാനമുള്ള ഒരാളാണ്. അപ്പോൾ അതാണ് ആങ്കർ. ദുർവാസം 60,000 ഡിസൈക്കിളുമായിട്ടാണ് ആരെ കാണാൻ വന്നത്? അംബരീഷ് മഹാരാജാനെ കാണാൻ പറ്റും, അല്ലേ? ആ പാവം അവിടെ മര്യാദയ്ക്ക് സ്വസ്ഥമായിട്ട് ഇച്ചിരി, അല്ലേ, റെസ്റ്റ് എടുക്കാനിരുന്ന, സ്വന്തം കാര്യം നോക്കി അവിടെ മര്യാദയ്ക്ക് ഇരുന്ന ഒരാളിനെ കുത്തിപ്പൊക്കാനായിട്ട് ആര് വന്നു? ദുർവാസാവ് വന്നു. അന്ന് വന്നത് ഏത് ദിവസമായിരുന്നു? ഏകാദശിയുടെ പിറ്റേന്ന് പാരണ സമയത്താണ് അദ്ദേഹം വന്നത്. അപ്പോൾ പാരണം വീട്ടാനായിട്ട് ദുർവാസാവ് പോയി കുളിച്ചിട്ട് വരാനായിട്ട് ഈ 60,000 ഡിസൈക്കിളുമായിട്ട് പോവാണ്. പോയിട്ട് തിരിച്ചു വരണം, അല്ലേ? തിരിച്ചു വരുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ആഹാരം കൊടുക്കണം. അതെല്ലാം റെഡിയാവും, രാജാവല്ലേ. പക്ഷേ അദ്ദേഹം വന്നില്ല, അല്ലേ? പാരണ സമയം കഴിഞ്ഞിട്ടേ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം, അല്ലേ? അപ്പോൾ എന്ത് സംഭവിച്ചു? ഇച്ചിരി വെള്ളമാണ് എടുത്ത് കുടിച്ചത്. അത് ആര് പറഞ്ഞില്ല? ബ്രാഹ്മണർ പറഞ്ഞിട്ടാണ് ആ വെള്ളം എടുത്ത് കുടിച്ചത്. ആ പാരണം വീട്ടാൻ വേണ്ടി, അല്ലേ? ആഹാരമൊന്നും കഴിച്ചില്ല അദ്ദേഹം. പക്ഷെ അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല? ദുർവാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? എപ്പോഴും ദേഷ്യമാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരെ അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം, അല്ലേ? നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പെട്ടെന്ന് ദേഷ്യം, ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ. ദേഷ്യം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ബ്രജസായി പ്രഭുവാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട് ബ്രജസായി പ്രഭു ദേഷ്യപ്പെടുന്ന, അല്ലേ? മാതാജിയോട് ചോദിക്കണം, അല്ലേ? പക്ഷേ ഈ വീട്ടിലുള്ളതിൻ്റെ ആക്ഷൻസ് തന്നെ വെളിയിൽ പോകും. നമ്മൾ എങ്ങനെയായിരുന്നാലും വെളിയിൽ ഇച്ചിരി കാണിച്ചു. നമ്മളെല്ലാവരും കാണിക്കാറുണ്ട് വെളിയിലേക്ക്. പക്ഷെ അതുപോലെ കാണിക്കാത്തത് ബ്രജസായി പ്രഭു, രാജശേഖര പ്രഭു. ഹരീശ്വര പ്രഭു വെളിയിൽ കാണിക്കില്ല, പക്ഷെ ഉള്ളിൽ ഒരുക്കി വെച്ചോണ്ടിരിക്കും. എത്ര ദേഷ്യം വന്നാലും ഈ ചിരിച്ചോണ്ടിരിക്കും. അല്ല, ഹരീശ്വര പ്രഭു ഒരിക്കലും ഞാൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് താഴെ എന്നാ കേൾക്കാം. അതാ ദേഷ്യമല്ല, സമയത്ത് പോകാൻ പറ്റാത്ത, കാപ്പി കിട്ടാത്തതിൻ്റെ വിഷമം, അല്ലേ മാറി, അല്ലേ? അപ്പോൾ ഒരു വിളിയുണ്ട്, അമ്മ, ഒറ്റ വിളിയാണ്.
പ്രഭുവിന് അവിടെ എത്താൻ സമയം കഴിഞ്ഞു, അപ്പോഴേ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഭഗവാന്റെ സേവയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ താമസിക്കും. അത് കഴിഞ്ഞിട്ട് ഓടാനുള്ള ധൃതിയിൽ കാപ്പി പിടിക്കാനുള്ള സമയം അപ്പോഴാണ് കാപ്പി പിടിക്കണം, അപ്പോഴാണ് ദേഷ്യം വരും. പക്ഷെ അത് വളരെ സൗമ്യമായിട്ടുള്ള ദേഷ്യമാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ദേഷ്യമുണ്ട്. ദുർവാസ മുനി അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇന്ദ്രിയ വിഷയങ്ങളെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നവർക്ക് അവയിൽ ആസക്തി ഉണ്ടാവും. ആസക്തിയിൽ നിന്ന് കാമവും അതിൽ നിന്ന് ക്രോധവും ഉളവാകും. ക്രോധത്തിൽ നിന്ന് സമോഹം, അതിൽ നിന്ന് ഓർമ്മപ്പിഴിയും, ഓർമ്മപ്പിഴിയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകും. ബുദ്ധിനാശം വന്നാൽ വീണ്ടും ഭൗതിക ലോകത്തിലേക്ക്, ആ കയത്തിലേക്ക് വീണ് നമുക്ക് നാശം പ്രാപിക്കും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യമൊക്കെ ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഒരുപാട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്, തീർച്ചയായിട്ടും അല്ലേ? നമ്മൾ ആരും തന്നെ, ഇവിടെ ഇരിക്കുന്നവരാരും തന്നെ ഇതുപോലെ ആയിരുന്നില്ല പണ്ട്. ഹരികൃഷ്ണയിൽ വരുന്നതിന് മുമ്പേ വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ആത്മാവായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് ഈ അസോസിയേഷൻ്റെ പേരിലും അല്ലെങ്കിൽ ഹരിനാമത്തിൻ്റെ പേരിലും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ ചിന്താഗതിക്ക് തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ വളരെ ഇങ്ങനെ വളഞ്ഞു പൊളിഞ്ഞു പോയിക്കൊണ്ടിരുന്ന ചിന്തകളായിരുന്നു. ഇപ്പോൾ അതെല്ലാം കുറേയൊക്കെ സ്ട്രീറ്റ് ഫോർവേഡ് ആയിട്ടുണ്ട്, അല്ലേ? ഓരോരുത്തരുടെ ചിന്തകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, സ്വയം വിശകലനം ചെയ്യാൻ പറ്റും. ആ എളിമത്തെ ഉള്ളവർ പറയും, ഇല്ല എനിക്ക് വ്യത്യാസമൊന്നുമില്ല അതുപോലെയൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ല, പഴയ ആളല്ല. പിന്നെ നമ്മുടെ കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാലും കുടുംബത്തിലും നമുക്ക് ഒരുപാട് വ്യത്യാസം വരും, അല്ലേ? നമ്മൾ ഇപ്പോൾ അവർക്ക് തന്നെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെയോ ആശ്വാസം കിട്ടുന്നുണ്ട്. കാരണം നമുക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ട്. കാര്യം എന്താണ്? നമ്മുടെ ആ ഒരു ദിനചര്യയുടെയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഭഗവത് സേവയുടെയും ഫലമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ക്വാളിറ്റീസാണ്. അത് അനിർവചനീയമാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്കത് അതിൻ്റെ ഉപയോഗം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാളെന്നോട് അമ്പലത്തിൽ വെച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരു വൈഷ്ണവനെ സംബന്ധിച്ചിടത്തോളം ബലിയിടാൻ പോകേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇല്ല, ബലിയിടേണ്ട ആവശ്യമില്ല. ഞാൻ ഉത്തരം പറഞ്ഞാൽ അതാണ്. കാരണം ഒരു വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ അതിനും മുകളിലാണ്. ഒരു വൈഷ്ണവന് ആ ഒരു കർമ്മം പോലും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു വൈഷ്ണവൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ അത് ആ വീട്ടിൻ്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ 7 മുകളിലോട്ടും 7 തലമുറ താഴോട്ടുള്ള ആൾക്കാർക്കൊക്കെ പുണ്യം കിട്ടുകയാണ്. അതെ, അതിനെക്കുറിച്ചാണ് പറഞ്ഞു. വീട്ടിലുള്ള വൈഷ്ണവനാണ്. കാരണം അതാണ് വൈഷ്ണവന്റെ സ്ഥാനം. ഒരു ബ്രാഹ്മണനേക്കാളും ഉയർന്ന സ്ഥാനത്താണ് വൈഷ്ണവന്റെ സ്ഥാനം, അല്ലേ? അപ്പം നമ്മളെല്ലാവരും ആ ലെവലിലേക്ക് എത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിന് എന്തെങ്കിലുമൊക്കെ വാല്യൂ ഉണ്ടാകും. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. വെറുതെ നമ്മൾ ആൾക്കാരെ സന്തോഷിപ്പിക്കാനോ അല്ലേ അവരെ ആശ്വസിപ്പിക്കാൻ നമ്മളൊന്നും പറയാറില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ തുറന്ന് പറയുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ക്വാളിറ്റീസൊക്കെ എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ വന്നതിന് ശേഷമാണ് നമുക്കതെല്ലാം ആർജിതമായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആർക്കും റെക്കമെൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്താണ് കൃഷ്ണാമൃതം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു നമ്മളോട് പറഞ്ഞതുപോലെ യാരി രക്കോ താരക്കോ കൃഷ്ണാമൃതം. അതിൽ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളെ ഒഴിച്ച് ബാക്കി എല്ലാവരും നമുക്ക് പ്രീച്ച് ചെയ്യാം, അല്ലേ? നമ്മുടെ ബന്ധുക്കൾ മാത്രം നമ്മൾ പറഞ്ഞു കേൾക്കില്ല. അവരെ പ്രീച്ച് ചെയ്യണം. നമ്മൾ വേറെ ആരെങ്കിലും സിംഗിൻ്റെ കൂട്ടത്തിൽ സ്നേഹിപ്പിക്കുന്നതാണ്, അല്ലേ? നമ്മൾ ഒരുപാട് സമയം വെറുതെ പാഴാക്കുന്നത് ബന്ധുക്കളെ പ്രീച്ച് ചെയ്തിട്ടാണ്. ആവശ്യമില്ല. നമ്മുടെ ആ സന്തോഷം, നമ്മുടെ ആ ഒരു മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ആഗ്രഹമാണ് അവരും കൂടി ഇതിലേക്ക് വന്ന് അവരും കൂടെ സന്തോഷമായിട്ട് ഇരിക്കണമെന്നൊരു കാര്യം, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അവർ വിഷമിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു പ്രയാസമുണ്ട്. അവർ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് രക്ഷപ്പെടുമല്ലോ എന്നുള്ള താല്പര്യത്തിലാണ് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത്. രക്ഷയില്ല, ഒരു രക്ഷയില്ലാതെ. അതുകൊണ്ട് വെറുതെ സമയം കളയരുത്. നമ്മൾ ആ സമയത്ത് വേറെ 10 പേരെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലേ പ്രഭു? വിശ്വനാഥൻ പ്രഭു എപ്പോഴും പറയും ഈ ബുക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ നമ്മളിപ്പോൾ ഒരു പിരിവായി നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ലയോ, വന്നിരിക്കുന്നു വേനൻ അല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുള്ളൂ. നേരെ മറിച്ച് ആശ്രമത്തിൽ നിന്ന് അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് ഇസ്കോൺ ടെമ്പിളിൽ നിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്വീകരണമാണ് വിശ്വനാഥൻ പ്രഭുവിനും നമ്മുടെ പ്രേം പ്രഭുവിനൊക്കെ കിട്ടുന്നത്, അല്ലേ പ്രഭു? അല്ലേ? ഞാൻ പറയുന്നത് സത്യമല്ലേ? കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ ഒരു ഭഗവാൻ വീട്ടിൽ കയറി വരുന്നത് പോലെയാണ് അവരെ കാണുന്നത്. അപ്പോൾ ആ മാറ്റം നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തോ ഒരു കഴിവ് നമുക്കുണ്ട്.
അത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും മെച്ചത്തായി നടക്കുകയും ചെയ്യും. അപ്പം അത് നടത്താൻ വേണ്ടിയല്ല, നമുക്കതൊന്നും യാതൊരു താല്പര്യവും പാടില്ല, അത് അങ്ങനെ ചെയ്യാനേ പാടില്ല, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. പക്ഷെ ഞാൻ പറയുന്നത് വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്വാളിറ്റീസ് അത് മറ്റുള്ളവർ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ നമുക്ക് ആ റെസ്പെക്റ്റ് തരുന്നത്. ഇവരൊക്കെ വിശ്വനാഥ് ദൂരമൊക്കെ വിളിച്ചെന്ന് കയറുമ്പോൾ ഭയങ്കര സന്തോഷം. അവർ ഇരിക്കാൻ പറയുകയും അവർക്ക് വെള്ളം കൊടുക്കുകയും അവർക്ക് ആഹാരം കൊടുക്കുകയും അല്ലേ, എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ കഴിയുകയാണ്. കാര്യം അവർ സന്തോഷമായിട്ട് തിരിച്ചറിഞ്ഞു പോകണമെന്നുള്ളതാണ് ഒരു താല്പര്യം. അപ്പോൾ അവർക്ക് ആ വീട്ടിനകത്ത് എന്തോ ഒരു ഐശ്വര്യം വരുന്നതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിട്ട് അപ്പോൾ മറ്റുള്ളവർക്ക് പോലും അങ്ങനെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊക്കെ എന്തുമാത്രം മാറ്റം കൊടുക്കുന്നുണ്ട് അല്ലേ. ഞാൻ പറയുന്നില്ല. ഹരികൃഷ്ണ. മോജി പറഞ്ഞത് ആ ചാൻഡിങ്ങിൻ്റെ അല്ലെ ജപത്തിൻ്റെ എഫക്റ്റാണ് മറ്റുള്ളവർ വിശ്വനാഥ് പ്രഭുവിലും പ്രേമകുമാരൻ പ്രഭുവിലൊക്കെ കാണുന്നത്. അപ്പോൾ അവർ ഇല്ല ഒരിക്കലില്ല. നമ്മൾ എന്തുമാത്രം നാം ജപിക്കുന്നു അതിനനുസരിച്ചുള്ള ആ ഒരു വൈഭവം നമുക്ക് വന്നു ചെയ്യും. ഹരികൃഷ്ണ. ഞാനിവിടെ നിർത്തുവാണ്. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. കൂട്ടിച്ചേർന്ന് വിളിച്ചേക്കാം. ഹരികൃഷ്ണ. ഞാനിന്ന് ഫുൾ കിടന്നുറങ്ങിയിട്ടാണ് ഇത്രയും നേരം ഇരിക്കാനുള്ള ആരോഗ്യം ഉണ്ടാക്കിയത്. ഇതൊക്കെ മതിയാണ് പറഞ്ഞു ചെന്നായിരുന്നു. മെക്കാനിക്കൽ സെക്ഷനാണ്. എല്ലാ ഇൻസ്ട്രുമെന്റ് പുതിയ ഇൻസ്ട്രുമെന്റ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് പൂജ ചെയ്യിച്ചിട്ടാണ്. അവർക്കൊന്നും അത് മുസ്ലിങ്ങളാണ്, പാകിസ്ഥാനികളാണ്, പല നാട്ടുകാരാണ്. പക്ഷെ എല്ലാവരും പറയും ഇദ്ദേഹത്തിന്റെ പറയും ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ അല്ലെങ്കിൽ പൂജ ചെയ്യാൻ അങ്ങനെ പറയും. അത് അദ്ദേഹം പറയും ഞാൻ ജപിക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറൊരു സേവയും ചെയ്യുന്നില്ല. പക്ഷെ ആ എഫക്റ്റാണ് മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ട്, ഇദ്ദേഹത്തിന് ആ സൂപ്പർവൈസറോ ഒന്നുമല്ല എങ്കിൽ പോലും എല്ലാവരും നോക്കി നിൽക്കുക, മാനേജർ വരെ നോക്കി നിൽക്കുക, ഇദ്ദേഹത്തിനെ കണ്ടത് ചെയ്യിക്കുന്നു. ഞാനൊരു ചെറിയ കഥയും കൂടെ പറയാം. എനിക്ക് ആരോഗ്യമില്ലെങ്കിലും ഈ കഥയും കൂടെ പറയാനൊരു താല്പര്യം ഉള്ളതുകൊണ്ട് പറയാനുള്ളൂ. 2 മിനിറ്റ്. ഇന്ന് അമ്പലത്തിൽ വന്ന എത്ര പേരുണ്ട്? രാവിലെ മംഗളാവതിക്ക് വന്നില്ല. അവിടെ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു പുതുതായിട്ട്. പ്രഭുവാണ് എൻ്റെ ശിഷ്യാക്കൾ രവി ഗൗരിക പ്രഭു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം മന്നയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം അപ്പോൾ അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഇതിൽ ഓൾറെഡി ഇനിഷ്യേറ്റഡാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ശിഷ്യഗുരുവാണ്, മതജില്ലയും ശിഷ്യഗുരുവാണ്. ബ്രാഹ്മണിക്കൽ ആദ്യമായിട്ടാണ് മലയാളികളുടെ ഇടയിൽ ബ്രാഹ്മണിക്കൽ എടുത്ത ഒരാളാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ്. ഖത്തറിലായിരുന്നു. അപ്പോൾ അദ്ദേഹം മന്നയിൽ അവിടെ ബാച്ചിലേഴ്സ് അക്കോമഡേഷനാണ്. പക്ഷെ പുള്ളിക്കാരന് കുറച്ച് സൂപ്പർവൈസറി കാറ്റഗറി ആയതുകൊണ്ട് കേഡറായതുകൊണ്ട് പുള്ളിക്കാരൻ്റെ മുറിയിൽ ഒരാളും കൂടി ഉള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ പുള്ളി എന്താ ചെയ്യുന്നത് വെച്ചാൽ രാവിലെ ഈ രാക്ഷസന്മാരൊക്കെ ഏച്ചു വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ പാകം ചെയ്ത് വന്ന് കഴിക്കാനായിട്ട് അവരൊന്നും പാകം ചെയ്യുന്ന പുള്ളി കഴിക്കുന്നത്. അതുകൊണ്ട് ഈ അടുക്കള മെയിൻ കോമൺ കിച്ചണ്, ആ കിച്ചണിൽ പുള്ളിക്കാരൻ ഇവരൊക്കെ എഴിച്ചു വരുന്നതിന് മുമ്പ് 3 മണിക്ക് എണീറ്റ് പോയി എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി പാകം ചെയ്ത് അവിടെ നിന്ന് മാറി ഓടും. എന്നിട്ട് എല്ലാം റെഡിയാക്കി വെക്കും. പിന്നെ വെള്ളോട്ട് ഇറങ്ങത്തില്ല, അതിനകത്ത് ജപിച്ചു വരും. ഒരു ദിവസം ഇദ്ദേഹം ഇച്ചിരി താമസിച്ചു. എല്ലാവരും കണക്കെടുക്കുന്നില്ലല്ലേ പറയട്ടാ. ചെന്നപ്പോൾ ഒരാളൊരു മീൻ വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇദ്ദേഹം റിക്വസ്റ്റ് ചെയ്തു, ഞാനിതൊന്ന് വേവിച്ചോട്ടെ, ഒരു ഇതേ ഉള്ളൂ, ഗ്യാസ് ഇറക്കും, ഒരു 2 മിനിറ്റ് നിൽക്കും, ദയവ് തൊടാതെ നോക്കും. അപ്പോൾ മറ്റേ അമ്മയ്ക്ക് ഒട്ടും പിടിച്ചില്ല. എന്നിട്ട് നിങ്ങൾ മീനൊന്നും കഴിക്കില്ലേ? എന്ത് വലിയ കുഴപ്പമായിട്ട് വലിയ പ്രശ്നമാണ് എന്നൊക്കെ വളരെ മോശമായിട്ട് അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിച്ചു. ഓക്കെ ഇല്ല, പ്രഭു ഒന്നും മിണ്ട, കാരണം ഉത്തരം പറഞ്ഞിട്ട് കഥയില്ല, അത് മനസ്സിലാവും. അതുകൊണ്ട് പുള്ളിക്കാരൻ മിണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് എല്ലാം റെഡിയാക്കിയിട്ട് തിരിച്ചു. പിറ്റേന്നും ഇതേപോലെ 5 മിനിറ്റ് താമസിച്ചപ്പോൾ അതേപോലെ തന്നെ പുള്ളിക്കാരൻ മീൻ കൊണ്ടിരിക്കുന്നു. ഞാൻ വെക്കട്ടെ, നിങ്ങൾ വെക്കണം. ഞാൻ 2 മിനിറ്റ് ഇപ്പോൾ റെഡിയാക്കിയത്, ഞാൻ മാറിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രഭു ഉണ്ടാക്കി.
മൂന്നിൻ്റെ അന്നും ഇതേ കാര്യമാണ് ആവർത്തിച്ചു. പുള്ളിക്കാരൻ എന്തോ മാംസം എന്തോ എന്താണ് പാനീയ ചെയ്തിട്ടൊന്നിച്ചൊരു രാവിലെ. മൂന്നിൻ്റെ അന്ന് വൈകിട്ട് ഈ പറഞ്ഞ ആള് ഈ പ്രഭുവിനെ അന്വേഷിച്ചു. അല്ല, നിങ്ങൾക്ക് എങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റും ഇതൊന്നും കഴിക്കാതെ? നിങ്ങൾക്ക് എന്ത് ഇഷ്ടം, ഇതൊന്നും കഴിച്ചാൽ കുഴപ്പം തോന്നും? നമുക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ മീനൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയല്ലേ. ഈ ഇറച്ചിയൊക്കെ അതിന് ആര് കഴിക്കുന്നത്? കഴിച്ചില്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് ചീത്തായി പോലും, നമ്മളല്ലേ കഴിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിനെ ഉപദേശിക്കാൻ പറഞ്ഞു. അദ്ദേഹം മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, ഭഗവാൻ പറഞ്ഞിരിക്കുന്ന പത്രപുഷ്പം ഫലം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഭഗവത്ഗീത പറഞ്ഞു. ഇയാൾ വായി പറഞ്ഞു, ആ ഇങ്ങനെയൊക്കെ എന്നും പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കും. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഇദ്ദേഹം എന്തായിരുന്നാലും മീൻ കൊണ്ടുവന്നില്ല, വേറെ എന്തോ വെജിറ്റബിളൊക്കെ കൊണ്ടിട്ടാണ് വന്നത്. എന്നാലും പ്രഭു പറഞ്ഞു, ഞാനൊന്ന് വേവിച്ചിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് പോകട്ടെ ചോദിച്ചു. ശരി, കുറച്ചുകൂടെ ബഹുമാനമായി. ഇന്നലത്തെ ആ ഭഗവത്ഗീത ക്ലാസ്സൊക്കെ ഒരു അരമണിക്കൂർ ക്ലാസ് ഉണ്ട്. അന്ന് വൈകിട്ടായപ്പോൾ പുള്ളിക്കാരൻ അന്വേഷിച്ച് കുളിച്ച് റെഡിയായി. ഇന്നലത്തെ പറഞ്ഞതുപോലെ കുറച്ച് പറഞ്ഞു തരുമോ? അപ്പോൾ അവിടെ 3-4 പേരുണ്ട്. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ടെറസിൻ്റെ മണ്ടയിൽ ഇതുപോലെ കവടല്ല തുറന്നിരിക്കാം പോയി. ഭയങ്കര ചൂടാണ്, വേർത്ത് കുളിക്കും. 55 ഡിഗ്രി സെന്റിഗ്രേഡാണ്. ആ ചൂടിൽ പുള്ളിക്കാരൻ ബാക്കി എല്ലാവരുടെ ശല്യമാവില്ല എന്ന് വിചാരിച്ച് പുള്ളിക്കാരൻ വിളിച്ചാൽ പുള്ളിക്കാരൻ വേർത്ത് കുളിച്ചെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോണ്ടിരുന്നു. അങ്ങനെ ഓരോ ദിവസവും പുള്ളിക്കാരൻ വിടാതെ പിന്തുടരുകയായിരുന്നില്ല. അങ്ങനെ ആയി. ഒരു ദിവസം അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്നു. നമ്മുടെ വീട്ടിലായിരുന്നു സത്സംഗം. അന്ന് ഈ ഗുരുപ്രഭുവിൻ്റെ കൂടെ അദ്ദേഹം കൂടെ വന്നു. ഞങ്ങൾ ഈ രവി ഗൗരംഗ പ്രഭുവിനെ ഗുരുപ്രഭു എന്നാണ് വിളിക്കുക. ഞങ്ങൾ ഗുരുവായിരുന്നുകൊണ്ട് ഗുരുപ്രഭു എന്ന് വിളിക്കും. അതെങ്ങനെയാണ് ആ പേര് വീണു പുള്ളിക്കാരൻ. ഗുരുപ്രഭുവിൻ്റെ കൂടെ ഇദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ പകുതി പക്കനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇതൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ എന്തോ ഇതൊക്കെ ആദ്യമായിട്ട് കാണും. എന്തായിരുന്നാലും ഒരു വർഷത്തിന് അല്ലേ അത് ആ അദ്ദേഹത്തിനെ കുറിച്ചിട്ടാണ് മാളജി ഇപ്പോൾ പറഞ്ഞത്. അദ്ദേഹം ഏത് ലെവലിലേക്ക് മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വലിയ മന്നായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സൂപ്പർ എന്താണ് ഒരു കമ്പനിയാണ്. എന്താണ് ഖത്തർ മുഴുവൻ ഉള്ള ഒരു കമ്പനിയാണ്. ഖത്തറിലും വേറെ രാജ്യങ്ങളിലൊക്കെ അവരുടെ ബ്രാഞ്ചസ് ഉണ്ട്. അത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ മെയിൻ്റനൻസ് കമ്പനിയാണ്. അതിനകത്ത് ഇദ്ദേഹം എന്ന് പറയുന്നത് വെറും ഒരു ചെറിയൊരു ടെക്നീഷ്യനെ കണ്ടാണ്. ഈ തങ്കപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തങ്കപ്പൻ അല്ലേ അദ്ദേഹത്തിൻ്റെ ഇനിഷ്യൽ നെയിം? ത്രിഭുവന കൃഷ്ണദാസ്. സൂപ്പർ നെയിമാണ്, ത്രിഭുവന കൃഷ്ണദാസ്. അദ്ദേഹം ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മാളജി പറഞ്ഞ കാര്യം ഞാൻ പറയട്ടെ. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടല്ലോ, എല്ലാവരും ബാക്കിയുള്ള എല്ലാ മുസ്ലിങ്ങളാണ്, എല്ലാ അറബികളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇങ്ങേരുടെ ആ മുഖത്തുള്ള ഒരു പ്രസന്നത, ആ ഒരു എന്താണ് ഒരു തെളിവ് ഭയങ്കരമാണ്. അത് വളരെ സൈലൻ്റാണ്, വളരെ കംപ്ലീറ്റ് മാറി. നമ്മുടെ എന്തുവാണ് മൃഗാരി മാറിയതുപോലെ അതുപോലെയാണ് പുള്ളിക്കാരൻ. അത് മൃഗാരി ആയിരുന്നു അദ്ദേഹം അല്ലേ. എല്ലാത്തിനും തല്ലിക്കൊന്ന് തിന്നുക എന്നുള്ള ഒറ്റ താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാറി സെയിൻ്റ് ആയതുപോലെയാണ് ഇദ്ദേഹത്തിന് മാറ്റം. അപ്പോൾ ഇപ്പം എന്തെങ്കിലും പുതിയ സാധനം വന്നു കഴിഞ്ഞാൽ അവർ അതിനെ ഇദ്ദേഹത്തിനെ കൊണ്ട് പൂജിപ്പിച്ചിട്ടാണ് അവിടെ ബാക്കി. അതാണ് ഇപ്പം മാറേജ് പറഞ്ഞത്. ഇതാണ് ആൾ. അത് കേട്ടപ്പോൾ എനിക്ക് ആ കഥ പറയണമെന്ന് തോന്നി. ഞാൻ ഈ കഥ പലർക്കും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒയ്യോ ഭയങ്കര ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞു. ഇത് പുള്ളിയപ്പോഴും അമ്പലത്തിൽ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അല്ലേ, എന്തെങ്കിലും ഉത്സവമൊക്കെ നടക്കുമ്പോൾ വരാറുണ്ട്. ഇനി നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആ മൃഗാലയെ ഞാൻ കാണിച്ചു തരാം. ഹരേ കൃഷ്ണ. മണിക്ക് പോകും പ്രസാദം കഴിച്ചിട്ട് വേണം. ഒരു സെക്കൻഡ്. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ നിർത്താൻ പോകും. वांछाकल्पतरुभ्यश्च कृपासिन्धुभ्येव जगत्परित्राणाय पावनेभ्यो वैष्णवेभ्यो नमो नमः. कोटि वैष्णव की जय श्री प्रभुपाद की जय, गुरुदेव की जय। भगवद गीता ग्रंथ राष्ट्र